ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. നമ്മുടെ ക്രിപ്റ്റോ സാമ്രാജ്യത്തിലെ ബ്ലഡ് സ്ട്രീം അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുന്ന ഒരു കൂട്ടം കോയിൻസ് ആണ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ടോക്കൺസിൻ്റെ പ്രൈസ് വളരെ സ്റ്റേബിളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും മാറില്ല. എന്താണ് ഈ സ്റ്റേബിൾ കോയിൻസിൻ്റെ ആവശ്യകത? നമുക്കറിയാം, ക്രിപ്റ്റോ ഇൻഡസ്ട്രി പുതിയതായതുകൊണ്ട് അത് റെഗുലേറ്റഡ് അല്ല. അതിൻ്റെ പ്രൈസ് വോളറ്റിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് ഒരു കടക്കാരൻ ബിറ്റ് കോയിൻ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇന്ന് 100 രൂപയ്ക്ക് പുള്ളി അക്സെപ്റ്റ് ചെയ്ത ബിറ്റ് കോയിൻ്റെ വില നാളെ ആകുമ്പോഴേക്കും ചിലപ്പോൾ 80 രൂപ ആയിട്ടുണ്ടാവും. പ്രൈസ് വോളറ്റിലിറ്റിയാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഒരിക്കലും ഒരു മർച്ചൻറ്റിന് ഈ വോളറ്റിലിറ്റി കാരണം റിലയബിൾ ആയിട്ടൊരു ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തിരിച്ചും ചിലപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ച ബിറ്റ് കോയിൻ നാളെ മറ്റന്നാളാകുമ്പോഴേക്കും 120 130 ആവും. അപ്പോൾ ബയ്യർക്ക് അതൊരു നഷ്ടമായിട്ട് വരും. ഈ അൺസർട്ടനിറ്റി നിൽക്കുന്നത് കാരണം ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ കറന്റ് സ്റ്റേജിൽ ഒരു മീഡിയം ഓഫ് മണി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനായിട്ട് വന്നിട്ടുള്ള കോയിൻസ് ആണ് സ്റ്റേബിൾ കോയിൻസ്. അതായത് അതിൻ്റെ വില എപ്പോഴും $1 ഫിക്സ് ചെയ്യും. എങ്ങനെയാണെന്നല്ലേ, ചില കമ്പനികൾ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും റിയൽ വേൾഡ് കറൻസിയായ US ഡോളറോ അങ്ങനെ അല്ലെങ്കിൽ യൂറോയോ INR മേടിച്ച് അത് ലോക്ക് ചെയ്തിട്ട് ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ കറൻസി $1 എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറൻസി ഇറക്കുന്നു. അപ്പോൾ അതിൻ്റെ വില ഈ റിയൽ വേൾഡ് അസറ്റുമായിട്ട് പെഗ്ഡ് ആണ്. ഈ മണി, റിയൽ വേൾഡ് മണി ഇവിടെ സേഫായിട്ടിരിക്കുന്നിടത്തോളം കാലം ഈ കറൻസിയുടെ വില $1 ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് സ്റ്റേബിൾ കോയിൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്ത് സംഭവിക്കും? ഈവൻ നമ്മൾ വേറെ ഏതെങ്കിലും കറൻസി ആയിട്ട് ഒരു മർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കത് USDT ആയിട്ട്, അതായത് സ്റ്റേബിൾ കോയിൻസിനായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ വാല്യൂ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇല്ലേ? അതൊരു നല്ല ഐഡിയ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. സപ്പോസ് നമുക്കൊരു നല്ല റിട്ടേൺസ് കിട്ടി ഒരു ഓൾ കോയിനിൽ, നിങ്ങൾക്കത് പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റേബിൾ കോയിൻസ് ആവശ്യമാണ്. സപ്പോസ് നിങ്ങളത് ബിറ്റ് കോയിനിലോ എത്തീരിയത്തിലോ ഇട്ടാൽ കാലം പോകുന്തോറും ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് ഡൗണിലേക്ക് വരാം. സോ നിങ്ങളുടെ എഫേർട്ടും ഗെയിൻസും ടൈമും മണിയും എല്ലാം പോയി പോകും. അപ്പോൾ നിങ്ങളുടെ ഗെയിൻസ് പ്രിസർവ് ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റേബിൾ കോയിനിൽ ഒരു ലെവലും കൂടി ഡീപ്പായിട്ട് പോവുകയാണ്. കാരണം നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറൻസിയാണ് സ്റ്റേബിൾ കോയിൻ. അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഇത്രയും കൂടി ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമല്ലേ? അതെ, എല്ലാ സ്റ്റേബിൾ കോയിൻസും റിയൽ വേൾഡ് അസറ്റ് ബാക്ക്ഡ് അല്ല. പ്രധാനമായും 3 തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. ഒന്ന് ആക്ച്വൽ കറൻസി അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള സാധനങ്ങൾ ബാക്ക് ചെയ്തത്. രണ്ടാമത്തത് മറ്റ് ക്രിപ്റ്റോയുടെ ബാക്കിംഗ് ഉള്ളത്. അതായത് ഒരു $150 എത്തീരിയം കൊടുത്താൽ $100 USD കിട്ടും. അതായത് മറ്റ് ക്രിപ്റ്റോ ബാക്ക്ഡ് സ്റ്റേബിൾ കോയിൻസ്. ഇതും കൂടാതെ വേറൊരു തരം പുതിയ എക്സ്പെരിമെൻ്റൽ ക്രിപ്റ്റോസ് ഉണ്ട്. അതാണ് അൽഗോരിതമിക് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ വില 1 എന്ന് സ്റ്റാർട്ടിങ്ങിൽ ഫിക്സ് ചെയ്യും. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കോയിൻസ് പ്രിൻ്റ് ചെയ്തിട്ട് വില 1ലേക്ക് കൊണ്ടുവരും. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ളൊരു കോയിനായിരുന്നു ലൂണയുടെ UST എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ആ അൽഗോരിതം ഫെയിലായി, അത് ക്രാഷായി. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ആണ് ക്രിപ്റ്റോയിൽ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ മണി പാർക്ക് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള കറൻസിയിലാണ് പാർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് പലതരം സ്റ്റേബിൾ കോയിൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. കറൻറ്റ് സിനാരിയോയിൽ USDT എന്ന് പറയുന്നത് ഇഷ്യൂഡ് ബൈ ടെതർ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അവർക്ക് ഗോൾഡും ബോണ്ടും ഒക്കെ ബാക്കിംഗ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വൃത്തിയായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ ഇടയിലും നല്ല അപ്രൂവലുള്ള ഒരു സ്റ്റേബിൾ കോയിനാണ് USDC. കറൻറ്റ് സിനാരിയോയിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓരോ ബ്ലോക്ക് ചെയിനും അതാത് സ്റ്റേബിൾ കോയിൻസ് ആവശ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം സ്റ്റേബിളായി നടക്കുന്നതിന് ഏറ്റവും അത്യാവശ്യം ഒന്നാണ് സ്റ്റേബിൾ കോയിൻ. അതുകൊണ്ട് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത് പ്രൈസ് അപ്രീസിയേഷൻ കിട്ടാനുള്ള ഒരു കാരണമല്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് ഫാർമേഴ്സ് എങ്ങനെയാണോ നമുക്ക് ആവശ്യം, അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ വളരെ അത്യാവശ്യമുള്ളൊരു കറൻസിയാണ് സ്റ്റേബിൾ കോയിൻസ്.